ഹായ് കേരഡ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരഡ്സ് 2025 SSCGയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നിങ്ങൾക്ക് വേക്കൻസി കാണാൻ പറ്റുന്നത് 25,000+ ആണ്. വേക്കൻസി ഇത്രയും വന്നപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിലെ മിക്ക കുട്ടികളും ഡൗട്ടാണ്, ഇനി വേക്കൻസി കൂടുമോ, ഈ വേക്കൻസി വളരെ കുറവാണ്, ഞാൻ ഫോം ഫില്ല് ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ. കുട്ടികളെ ഈ ഒരു വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും. നിങ്ങളുടെ വേക്കൻസി 100% കൂടുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും. പ്രൂഫ് സഹിതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വേക്കൻസി എന്തായാലും കൂടുന്നതായിരിക്കും. എല്ലാ അപ്ഡേറ്റും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഒത്തിരി കുട്ടികൾ വേക്കൻസി കൂടത്തില്ല, വേക്കൻസി കുറവാണ്, അതുകൊണ്ട് ഫോം ഫില്ല് ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞ് എന്താണ് അവർ അവരുടെ ഫോം ഫില്ലിങ് ചെയ്യത്തില്ല. വേക്കൻസി കൂടുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. വേക്കൻസി കൂടുന്നത് ഫോം ഫില്ലിങ്ങിന് ശേഷമാണ്. അവിടെയും 2 പ്രോസസ്സുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സാം സ്റ്റാർട്ട് ആവുന്നതിന് മുമ്പ്, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എക്സാം കംപ്ലീറ്റ് ആയതിനു ശേഷം ഷോർട്ട് ലിസ്റ്റ് ഇടുന്നതിന് മുമ്പ്. പ്രീവിയസ് ഇയറിലെ അപ്ഡേറ്റ് എടുത്താൽ 2 വർഷത്തെ അപ്ഡേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടൈം വേക്കൻസി കൂടിയിരിക്കുന്നത് ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിന് മുന്നേയാണ്. എക്സാം കഴിഞ്ഞതിന് ശേഷം വേക്കൻസി കൂടുമ്പോൾ പിന്നെ അവിടെ നിങ്ങൾക്ക് എന്തായാലും ചാൻസ് ലഭിക്കത്തില്ല. കാരണം നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിട്ടില്ല, ഫോം ഫില്ല് ചെയ്തിട്ട് വേക്കൻസി ഇല്ല എന്നും പറഞ്ഞ് നിങ്ങൾ എക്സാം എഴുതാൻ പോയി കാണത്തില്ല. അങ്ങനെയുള്ള മിസ്റ്റേക്ക് ഒത്തിരി കുട്ടികൾ കാണിക്കാറുണ്ട്. പ്രീവിയസ് ഇയറിലെ അപ്ഡേറ്റ് എടുത്താൽ SSCGയുടെ എക്സാം എഴുതിയ കുട്ടികൾ തന്നെ 50% ബിലോ ആയിരുന്നു. SSCയുടെ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ഇത്രയും കുറച്ച് കുട്ടികൾ എക്സാം എഴുതിയത്. അതുകൊണ്ട് എന്താണ്, കഴിഞ്ഞ തവണ കട്ട് ഓഫ് വളരെ കുറവായിരുന്നു. അപ്പോൾ ഈ തവണയും നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് കാണിക്കരുത്. വേക്കൻസി കൂടുന്നതായിരിക്കും. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഫുൾ നിങ്ങൾ കണ്ടിരിക്കണം. നിങ്ങളും 2025-26 SSCGക്ക് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, വാല്യുബിൾ കമൻറ്റ് രേഖപ്പെടുത്തുക. റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു ഡിഫൻസ് ഓഫ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരളത്തിൽ അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. ഫോം ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ വീഡിയോ ആൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫോം ഫില്ല് ചെയ്ത കേഡറ്റ് ആണെങ്കിലും ആ എല്ലാ വീഡിയോസും കണ്ടിരിക്കണം. പ്ലേലിസ്റ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. OTR എങ്ങനെ ചെയ്യണം, ഫോം ഫില്ലിംഗ് എങ്ങനെ ചെയ്യണം, ഫോം ഫില്ല് ചെയ്യുമ്പോൾ പറ്റുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്, അത് തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിരിക്കണം. ഫോം റിജക്റ്റ് ആയാൽ പിന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഒരു ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോവുക, വീഡിയോ കാണുക. ലെങ്തി വീഡിയോ ആണ്, പക്ഷേ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. കേരഡ്സ് ഈ ഒരു പേപ്പർ കട്ടിങ് 2 ദിവസം മുന്നേ വന്ന പേപ്പർ കട്ടിംഗ് ആണ്. ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് തന്നിട്ടുണ്ട്. നോക്കൂ കുട്ടികളെ, ഈ വന്ന നോട്ടിഫിക്കേഷനകത്ത് വുമൻ്റെ വേക്കൻസി ഇൻക്രീസ് ആവുന്നതായിരിക്കും. 5K+ ആണ് വുമൻ്റെ വേക്കൻസി അപ്ഡേറ്റ് ആകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് നോക്കാം. നോട്ടിഫിക്കേഷനിൽ പെൺകുട്ടികൾക്ക് എത്രയാണ് വേക്കൻസി വന്നിരിക്കുന്നത്? നോട്ടിഫിക്കേഷനിൽ വേക്കൻസി വന്നിരിക്കുന്നത് 2K+ ആണ്. 2020 വേക്കൻസിയാണ് നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത്. മനസ്സിലായി? ടോട്ടൽ വേക്കൻസി എന്ന് പറഞ്ഞാൽ 25,000+ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. എന്നാൽ ലേറ്റസ്റ്റ് ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ന്യൂസിൽ വളരെ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് തന്നിട്ടുണ്ട്, 5,000+ വേക്കൻസി ഇൻക്രീസ് ആവുന്നതാണെന്ന്. ഇനി പ്രീവിയസ് ഇയർ അപ്ഡേറ്റ് നോക്കുക. SSCGയുടെ കാര്യം പറയുകയാണെങ്കിൽ എത്രയാണോ വേക്കൻസി, ആരുടെ വേക്കൻസി, പെൺകുട്ടികളുടെ വേക്കൻസി എത്രയാണോ അതിൻ്റെ 10% വേക്കൻസി ഓവറോൾ ഇൻക്രീസ് ആവുന്നതായിരിക്കും. മനസ്സിലായ കുട്ടികളെ? ഇവിടെ നമ്മളുടെ വേക്കൻസി അപ്ഡേറ്റ് ആവുമെന്ന് പറഞ്ഞിരിക്കുന്നത് 5K ആണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. അതിനു മുന്നേ നമുക്ക് മുൻവർഷങ്ങളിൽ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം 5370 ടോട്ടൽ വേക്കൻസി. ഇവിടെ നിങ്ങൾക്ക് കാണാം 5150, പിന്നെ 46,000+ വേക്കൻസി. എത്രയാണോ അവരുടെ വേക്കൻസി, അവരുടെ അറൗണ്ട്ലി 10% അടുത്ത് ഓവറോൾ വേക്കൻസി വരുന്നതായിരിക്കും. അപ്പോൾ ഈ വർഷത്തെ അപ്ഡേറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് എത്രയാണ്? 2K ആണ്. ഇൻക്രീസ് ആവുമെന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 5K ആണ്. ഈ ഒരു അപ്ഡേറ്റ് എടുത്താൽ എന്തായാലും ഓവറോൾ വേക്കൻസി നിങ്ങളുടെ 50,000 അടുത്ത് വരുന്നതായിരിക്കും. മനസ്സിലായ കുട്ടികളെ? എന്താണ് 50,000 അടുത്ത് എന്തായാലും നിങ്ങളുടെ വേക്കൻസി വരുന്നതായിരിക്കും. ഇതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിലാണ് അവർ വേക്കൻസി അപ്ഡേറ്റ് ചെയ്യുന്നതും. മനസ്സിലായല്ലേ നിങ്ങൾക്ക്? ഇനി സെക്കൻഡ് ഒരു അപ്ഡേറ്റ് കൂടിയുണ്ട്, അതും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, ഇതിനകത്ത് ബാക്കി ഫോഴ്സിൻ്റെ അപ്ഡേറ്റ് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. വുമൻ്റെ വേക്കൻസി ഇത്ര കൂടുമെന്ന് പറഞ്ഞു. അതനുസരിച്ച് എന്തായാലും വേക്കൻസി അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. പ്രീവിയസ് ഇയറിലെ പ്രൂഫ് നമ്മൾക്ക് കാണാം. എന്തായാലും അതിനടുത്ത് നിങ്ങളുടെ വേക്കൻസി വരുന്നതായിരിക്കും. ഇനി സെക്കൻഡ് അപ്ഡേറ്റ് ഈ ഒരു പേപ്പർ കട്ടിങ്ങിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വേക്കൻസി ഓരോ ഫോഴ്സിൻ്റെയും വുമൺ കാറ്റഗറിയിൽ എത്രയാണ് കൂടുന്നതെന്ന് ആ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇവിടെ BSFൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2.5K വേക്കൻസി വരുന്നതായിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നോട്ടിഫിക്കേഷനിൽ നോക്കൂ, നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് അനുസരിച്ച് BSFൻ്റെ ഫീമെയിൽ കാറ്റഗറിയിൽ ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത് എത്രയാണ്? 92 ആണ്. എത്രയാണ്? 92 ആണ് വേക്കൻസി വന്നിരിക്കുന്നത്. പക്ഷേ എത്രയാണ് കൂടുമെന്ന് പറയുന്നത്? എത്രയാണ്? നോക്കൂ കുട്ടികളെ, ഇവിടെ 2513. അപ്പോൾ ഈ ഒരു വേക്കൻസി എന്ന് പറഞ്ഞാൽ എത്രയായിട്ട് കൂടും? 2513 ആയിട്ട് കൂടും എന്ന് ആൾറെഡി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്.
ക്ലിയർ? അപ്പോൾ ഫീമെയിലിൻ്റെ വേക്കൻസി ഇത്രയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇത്ര കൂടുമെങ്കിൽ ഇവിടെ മെയിലിൻ്റെ വേക്കൻസി നോക്കൂ. ഇവിടെ മെയിലിൻ്റെ വേക്കൻസി എത്രയാണ്? 524 524 മെയിലിൻ്റെ വേക്കൻസി. ഫീമെയിലിൻ്റെ വേക്കൻസി എത്രയാണോ വരുന്നത്, BSFൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, അറൗണ്ട്ലി 4 to 5 മൾട്ടിപ്ലിക്കേഷൻ, അതായത് 4 അല്ലെങ്കിൽ 5 ഇരട്ടി വേക്കൻസി കൂടുതലായിരിക്കും മെയിലിൻ്റെ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഫീമെയിലിൻ്റെ വേക്കൻസി 2513 ആകുമ്പോൾ മെയിലിൻ്റെ വേക്കൻസി 524 ആയിരിക്കുമെന്ന്? ഇല്ല, അങ്ങനെ വരാറില്ല. ഇപ്പോൾ ഡേറ്റ ഔട്ട് ചെയ്തപ്പോൾ, അതായത് വേക്കൻസി അപ്ഡേറ്റ് ചെയ്തപ്പോൾ BSF എന്നൊരു ഫോഴ്സും CRPF എന്നൊരു ഫോഴ്സുമാണ് വളരെ കുറച്ച് വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു 1 month മുന്നേ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, BSFൻ്റെ പുതിയ ബറ്റാലിയൻ വരുന്നുണ്ട്, CRPFൻ്റെ പുതിയ ബറ്റാലിയൻ വരുന്നുണ്ട്. പുതിയ ബറ്റാലിയൻ വരണമെന്നുണ്ടെങ്കിൽ എന്തായാലും പുതിയ പട്ടാളക്കാർ അവിടെ കയറണം, എന്നാലേ പുതിയ ബറ്റാലിയൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? അപ്പോൾ അതനുസരിച്ച് വേക്കൻസി എന്തായാലും ഇൻക്രീസ് ആവും. അപ്പോൾ ഇവിടെയും ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ചും വളരെ ക്ലിയർ ആയിട്ട് നമ്മൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്, BSFൻ്റെ വേക്കൻസിയും എന്തായാലും 12 to 15K അടുത്ത് കൂടുന്നതായിരിക്കും. എന്താണ്? 12 to 15K അടുത്ത് കൂടുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, അതും ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, CRPFൻ്റെ കാര്യം. നോക്കൂ കുട്ടികളെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന CRPFിനകത്ത് 119 ഫീമെയിൽ കേഡറ്റിൻ്റെ വേക്കൻസി കാണുമെന്നാണ്. ഇനി നമുക്ക് CRPFൻ്റെ വേക്കൻസി എത്രയാണ് വന്നേക്കുന്നതെന്ന് നോക്കാം. CRPF എവിടെ? ഇതാണ് CRPFിൻ്റെ ഫീമെയിൽ കേഡറ്റിൻ്റെ വന്നിരിക്കുന്നത് 124 പക്ഷേ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? പറഞ്ഞിരിക്കുന്നത് ഇവിടെ 1192 ആണ്. 1000+ വേക്കൻസി കൂടുന്നതായിരിക്കും. എത്രയാണ്? 1000+ വേക്കൻസി കൂടുന്നതായിരിക്കും. ഇത്രയും വേക്കൻസി കൂടുന്നുണ്ട്. ഇവിടെ ഫീമെയിലിൻ്റെ വേക്കൻസി കൂടുമ്പോൾ CRPFൻ്റെ കാര്യം പറഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തെ SSCGDയുടെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് അവോയ്ഡ് ചെയ്തിട്ട് അതിന് മുൻ വർഷത്തെ എല്ലാ SSCGയുടെ നോട്ടിഫിക്കേഷൻ എടുത്താലും വേക്കൻസിയുടെ കാര്യം എടുത്താലും കൂടുതൽ വേക്കൻസി വരുന്നത് CRPFൻ്റെയും BSFൻ്റെയാണ്. കഴിഞ്ഞ വർഷത്തിനകത്ത് CISFൻ്റെയാണ് വന്നത്. അതിനകത്ത് എല്ലാത്തിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് 12,000 അല്ലെങ്കിൽ 15,000 വേക്കൻസി വരാറുണ്ട്. ഫീമെയിലിൻ്റെ വേക്കൻസി ഇത്രയും ഇൻക്രീസ് ആകുമ്പോൾ, എന്താണ് കുട്ടികളെ, ഫീമെയിലിൻ്റെ വേക്കൻസി ഇത്രയും ഇൻക്രീസ് ആകുമ്പോൾ എന്തായാലും മെയിലിൻ്റെ വേക്കൻസിയും CRPFൻ്റെയാണ് ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. മെയിലിൻ്റെ വേക്കൻസിയും 3 to 4 മൾട്ടിപ്ലിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അറൗണ്ട്ലി ഇവിടെയും വേക്കൻസി എന്തായാലും 50K അടുത്ത് വരുന്നതായിരിക്കും. മനസ്സിലായി? ഈ ഒരു കമ്പാരിസനാണ് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇതും ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞതല്ല, പ്രീവിയസ് ഇയറിലെ അപ്ഡേറ്റ് എടുത്തും പിന്നെ ന്യൂസ് പേപ്പറിൽ വന്ന ഈ ഒരു അപ്ഡേറ്റ് എടുത്തിട്ടുമാണ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇതിനകത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ITBPയുടെയും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ITBPയുടെയും വേക്കൻസി ഇത്തവണ കുറവാണ് വന്നിരിക്കുന്നത്, പക്ഷേ ഇവിടെ കൂടുതൽ വരുമെന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഫീമെയിൽ കാറ്റഗറിയിൽ. ക്ലിയർ ആയല്ലോ? ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണുമെന്ന്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് എന്തായാലും നിങ്ങളുടെ വേക്കൻസി കൂടുന്നതായിരിക്കും. 2 ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ പറഞ്ഞു. 2 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റിൻ്റെയും പ്രൂഫ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പ്രീവിയസ് ഇയറിലെ അപ്ഡേറ്റ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ പ്രീവിയസ് ഇയറിലെ SSCGDക്ക് തയ്യാറെടുത്ത കുട്ടികൾക്കും അറിയാം വേക്കൻസി എങ്ങനെയാണ് കൂടുന്നതെന്ന്. വേക്കൻസി കൂടുന്നത് 2 തവണയായിട്ടും കൂടിയ ചരിത്രമുണ്ട്. ചിലപ്പോൾ ഒരു തവണ മാത്രം കൂടും. അതായത് ഇപ്പം 25 വന്നു, 25 നേരെ 35 വന്നു, പിന്നെ ഉടനെ 35-ൽ നിന്ന് 50 വരും. അങ്ങനെയും വരാറുണ്ട്. 2 തവണയായിട്ട് ഇൻക്രീസ് ആവും, ചിലപ്പോൾ ഒരു തവണയായിട്ട് ഇൻക്രീസ് ആവും, പക്ഷേ ഇൻക്രീസ് ആയിരിക്കും. മനസ്സിലായി? ഈ അപ്ഡേറ്റ് അനുസരിച്ചിട്ട് വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്, ഇൻക്രീസ് ആയിരിക്കും. അതുകൊണ്ട് SSCGDക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം, വേക്കൻസി കൂടുന്നുണ്ട്, വേക്കൻസി കുറവാണ്, അതുകൊണ്ട് ഞാൻ ഫോം ഫില്ല് ചെയ്യുന്നില്ല എന്നും പറഞ്ഞിരിക്കരുത്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും എല്ലാ കുട്ടികളും അറിയട്ടെ ഇതേ രീതിയിലുള്ള ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്കൂടെ പേപ്പർ കട്ടിങ് കാണാൻ നോക്കൂ കുട്ടികളെ. BSFൻ്റെ 16 ന്യൂ ബറ്റാലിയൻ വരുന്നതായിരിക്കും. പിന്നെ CRPFിൽ 70,000+ ന്യൂ റിക്രൂട്ട്സ് വരുന്നതായിരിക്കും. ഈ അപ്ഡേറ്റ് എല്ലാം ആൾറെഡി ഇതൊക്കെ നേരത്തെ വന്ന അപ്ഡേറ്റ് ആണ്. മനസ്സിലായി? ഇപ്പോൾ ഒന്നുകൂടി നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഈ അപ്ഡേറ്റ് എല്ലാം ഔട്ടായി. ഇതനുസരിച്ച് എന്തായാലും വേക്കൻസി കൂടുന്നതായിരിക്കും. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന്. അപ്പോൾ വേക്കൻസി ഇത്രയും കൂടിയ സ്ഥിതിക്ക് നല്ല രീതിയിലുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് എന്തായാലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടി വളരെ കുറഞ്ഞ ഫീസിൽ ഫിസിക്കൽ ക്ലാസ്സുകളും റിട്ടൺ ക്ലാസ്സുകളും നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിലെ ഹിസ്റ്ററി അപ്ഡേറ്റ് നോക്കാവുന്നതാണ്. ടോട്ടൽ ഫീസ് 2,500 രൂപയാണ്. ഈ ഒരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ലഭിക്കും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് സെഷൻ ഉണ്ട്, വീക്ക്ലി 6 days ക്ലാസ് ഉണ്ട്, ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഉണ്ട്, 100+ മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും. മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ 100+ എന്ന് പറയുമ്പോൾ 150 മോക്ക് ടെസ്റ്റാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ 100 നിങ്ങൾക്ക് ഇംഗ്ലീഷിലായിരിക്കും മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നത്. ബാക്കി 50 മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് മലയാളത്തിലായിരിക്കും ലഭിക്കുന്നത്. 2024 43 ഷിഫ്റ്റിൻ്റെ എക്സാം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതും മലയാളത്തിലായിരിക്കും ലഭിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷിൽ വേണ്ടവർക്ക് ഇംഗ്ലീഷിലും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ ജോയിൻ
ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ എക്സാം പാസ്സായാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ഫീസിൽ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മലയാളത്തിലും ലഭിക്കുന്നതാണ്. മലയാളത്തിലും ക്ലാസ്സുകളും ലഭിക്കും, മലയാളത്തിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എല്ലാവരും ഫോളോ ചെയ്യുക. കറക്റ്റ് അപ്ഡേറ്റഡ് കാര്യങ്ങളും പിന്നെ ഡിഫൻസ് ജോബാണ് നിങ്ങളുടെ ഡ്രീമെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്യുക. കാരണം ഇവിടെ എല്ലാ അപ്ഡേറ്റും നമ്മൾ ഇടാറുണ്ട്. ഒരു ഡിഫൻസ് ജോബ് എന്ന് പറയുമ്പോൾ അവിടെ ഫിസിക്കലി നടക്കും, ഫിസിക്കൽ അപ്ഡേറ്റ് ഇടും, നിങ്ങൾ മോട്ടിവേറ്റ് ആയിട്ടിരിക്കും. ക്ലാസ് എന്തായാലും ഉണ്ട്, ക്ലാസ് അപ്ഡേറ്റ് നമ്മൾ ഇടും, അപ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ വരും. പിന്നെ അല്ലാതെ സെലക്ഷൻ കിട്ടിയ കുട്ടികളുടെയൊക്കെ ഇമേജും അവരുടെ അപ്ഡേറ്റ്സും അവരുടെ ആ ഒരു കഷ്ടപ്പാടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും തോന്നും യെസ് എനിക്കും പഠിക്കണമെന്നൊക്കെ. അതുകൊണ്ട് ഈ ഒരു പേജ് ഉടനെ തന്നെ എല്ലാവരും ഫോളോ ചെയ്യുക. ഇനി ഫൈനലി ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഈ ഒരു വീഡിയോ കാണുകയല്ലേ, എല്ലാ അപ്ഡേറ്റ്സും കിട്ടാൻ, ഇന്ത്യയിലെ എല്ലാ ഫോഴ്സിൻ്റെ അപ്ഡേറ്റും കിട്ടാനും ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാനാണെങ്കിലും നമ്മുടെ ഈ 2 നമ്പർ സേവ് ചെയ്ത് നിങ്ങളുടെ ഫോൺ നമ്പറിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉടനെ തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.